ഉറപ്പായിട്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ലാലേട്ട. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ജയിൽ ശിക്ഷയായിരുന്നു അവർക്ക് വേണ്ടത്. ജയിലിലേക്ക് എന്തുകൊണ്ട് ലാലേട്ടൻ വിട്ടില്ല? ബിഗ് ബോസിലെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന രംഗമാണ് ഞാൻ കാണിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചതാണ് സാഹിത്യയുടെ ഒരു എവിക്ഷൻ. അതൊരു അപ്രതീക്ഷിതമായൊന്നും വന്നൊന്നുമല്ല. എന്നാലും ആ അവസാന നിമിഷങ്ങൾ ബിഗ് ബോസിനുള്ളിലെ വികാര നിർഭരമായ രംഗങ്ങളായിരുന്നു. ഒരു തേങ്ങലകളൊക്കെ ആയി പലരുടെയും മാറി. പിന്നെ മസ്താനിക്ക് 2 ആഴ്ച ഡയറക്റ്റ് നോമിനേഷൻ, ലക്ഷ്മിക്ക് വാണിംഗ് കൊടുത്ത് ലാലേട്ടൻ, അക്ബറിനും നിവിനും എല്ലാം പരക്കെ പരാമർശമുള്ള ഒരു ദിവസം. നമുക്ക് വിശദമായി ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യങ്ങളൊന്ന് നോക്കാം. ആദ്യമായി ഇന്ന് ലാലേട്ടൻ വന്ന ഡ്രസ്സായിരുന്നു ആദ്യത്തെ ഇതിന്റെ ഒരു പ്രധാന ഒരു ആകർഷണം എന്ന് പറയുന്നത്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ഡ്രസ്സ് ഇട്ട് ലാലേട്ടൻ വരുന്നു. മമ്മൂട്ടിയുടെ ഡ്രസ്സ് ഇട്ട് തന്നെ ലാലേട്ടൻ വന്നത്. ഇച്ചാക്ക എന്നാണ് വിളിക്കുന്നത്. ഇച്ചാക്കയും പിന്നെ ഈ മോഹൻലാലും കൊണ്ട് ഒരു ഭയങ്കര ബോണ്ടിങ് ആണ്. അവരുടെ ഒരു സ്നേഹം മറ്റ് സിനിമാ നടന്മാരിൽ മലയാളത്തിൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. കാര്യം ഇച്ചാക്കൊക്കെ ഒരു അസുഖം വന്നപ്പം അയ്യപ്പന് മുന്നിൽ വഴിപാട് കഴിച്ചു പോയ നമ്മുടെ ലാലേട്ടൻ. ഇന്ന് മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആ സ്നേഹപ്രകടനം എന്ന് മനസ്സിലായി. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. പിന്നെ ഇതിനകത്തില് ക്യാപ്റ്റൻസിയില് ഉള്ള ഇഷ്യൂസ് ആണ്. അതായത് ലക്ഷ്മിക്ക് എതിരെ അക്ബറും കുറച്ചുപേര് കിച്ചൺ ടീമുകൾ നടത്തിയ പരാമർശങ്ങൾ, അതുപോലെ തന്നെ മസ്താനിയുടെ വാണിംഗ് കൊടുത്തേക്കാണ് ലാലേട്ടന്. അതിനകത്തില് ഈ കിച്ചൺ പിന്നെ വെസൽ ടീം മാത്രം കഴുകത്തില്ല, മസ്താനിയുടെ ടീം, അങ്ങനെയൊക്കെ ഉള്ള തിരുവോണത്തിന്റെ തലേദിവസമൊക്കെ വെസൽ ടീമിലുണ്ടായ കോലാഹലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേറെ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. പിന്നെ ഭയങ്കര ഒരു സസ്പെൻസ് കൊടുത്തേക്കുന്ന അടുത്തത് ഇതെന്തോ ഫാക്ടറി ആകാൻ പോകുന്നു, സർക്കസ് കൂടാരമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഇതാണ്. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം, നല്ല ഭാഷ ഉപയോഗിച്ചില്ലെങ്കിൽ ബിഗ് ബോസിനുള്ളിൽ ഇപ്പൊ കായ് പൂവും ഒക്കെയാ പറയുന്നത്. അത് നിർത്തിയില്ലെങ്കിൽ പണി ഉറപ്പ്. കാര്യം ബിഗ് ബോസ് ഇച്ചിരി കൂടെ സ്ട്രിക്റ്റ് ആയില്ലെങ്കിൽ ഇത് വഴിവിട്ട ഒരു പോക്കാണ്. ഞാനൊരു വീഡിയോ കണ്ടു, ഒരു ലേഡി ചെയ്തതാണ്, ഞാൻ പേരോർക്കുന്നില്ല. ബിഗ് ബോസ് ഈ വൃത്തികേടുകളൊക്കെ കാണിച്ച് റേറ്റിംഗ് ഉണ്ടാക്കിയിട്ട് പിന്നെന്തിനാ കുറ്റം പറയുന്നത്? അത് ടെലികാസ്റ്റ് ചെയ്യാതിരുന്നാ പോരെ എന്ന് ചോദിക്കുന്നു. അവര് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ കണ്ടസ്റ്റൻസിനെ വിടുന്ന ഏഷ്യാനെറ്റ് വെറും വിഡ്ഢികളൊന്നുമല്ല. ഇവരുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം കൂടെ ക്ലബ് ചെയ്താണ് വിടുന്നത്. അവർ ഈ ലക്ഷങ്ങൾ കോടികളൊക്കെ മുടക്കുമ്പോഴേ ഓരോരുത്തരുടെ വരുമാനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. 1,70,000-1,20,000 വീക്കിൽ കൊടുക്കുന്നതാണ്, ആയിരത്തിന് കോടികൾ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ഏഷ്യാനെറ്റ് ഇതൊക്കെ നെഗറ്റീവ്സ് ഒക്കെ വിടുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ അവര് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ രീതി മാന്യതത്തിനാണ് ഏഷ്യാനെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മാഡത്തിന്റെ ഒരു കമന്റ്, ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ഓരോരുത്തരെ പൊക്കി അനീഷിനെ വിളിച്ചിട്ട് ഈ ആഴ്ചയൊന്നും അനീഷിനൊന്നും എതിരെ വലിയ ഒരു ആയുധം അവിടെ കണ്ടില്ല. ഏറ്റവും കൂടുതൽ അനുമോളക്കെതിരെയുള്ള ഹൗസിലെ ഇപ്പം ബിഗ് ബോസിലെ വൈൽഡ് കാർഡ്സ് കയറി കഴിഞ്ഞപ്പം വൈൽഡ് കാർഡ്സിനൊപ്പം നിവിൻ നിന്ന് കളിക്കുന്നതായിട്ട് എല്ലാ ഹൗസ് മെമ്പേഴ്സും അവിടെ കറണ്ടുള്ള മെമ്പേഴ്സ് എല്ലാം പറയുന്ന. അപ്പൊ അതായത് നിവിൻ അവരുടെ പക്ഷം ചേർന്നു എന്ന് പറഞ്ഞു. ക്യാപ്റ്റൻ ആയപ്പോ കുറെ ന്യായം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില കാര്യങ്ങളിൽ ചിലപ്പം ഇവരുടെ തെറ്റിദ്ധാരണയായിരിക്കും, എന്തും ആയിക്കോട്ടെ. ഓരോരുത്തരുടെ തോന്നലുകൾ ഓരോ രീതിയിലായിരിക്കുമല്ലോ. ഇതിനകത്ത് പിന്നെ ലക്ഷ്മി വളരെ നല്ല ക്യൂട്ടാണ്, നല്ല സൗണ്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൗണ്ട്, നല്ല ക്യൂട്ട് സൗണ്ട്. പക്ഷെ ലക്ഷ്മിയുടെ ബിഹേവിയർ പലപ്പോഴും വളരെ ഇതായിട്ട് തോന്നാറുണ്ട്.
ഒരു കാര്യം, ആര്യന്റെ ഡ്രസ്സ് വലിച്ചെറിഞ്ഞ് ഒരു തെറ്റായ പ്രവണതയാണ്. വന്ന് കയറുന്നതിന് മുമ്പ് 2 ദിവസത്തിന് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക, അവിടെ വെക്കരുത്, നാളെ മുതൽ അവിടെ ചെയ്യരുത് എന്നൊക്കെ പറയാം. ആര്യടുത്ത് ഡ്രസ്സ് എടുത്ത് ബിഗ് ബോസ് ഹൗസിന്റെ മണ്ടയ്ക്കറിഞ്ഞ് ലാലേട്ടൻ പറഞ്ഞ് അത് എടുത്തു കൊടുക്കാനൊക്കെ പറഞ്ഞു, ഒന്ന് കയറി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു സൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലക്ഷ്മി അതുപോലെ തന്നെ എനിക്ക് വേറൊരു ഇത് മനസ്സിലായത്, ശൈത്യ പോകുന്ന സമയത്ത് എല്ലാവർക്കും എതിർ നിന്നവർ പോലും കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന സമയത്ത് ലക്ഷ്മിയൊക്കെ വളരെ ഇതായിട്ട് ഹാർഷായിട്ട് ഇരിക്കുന്ന ഒരു മൈൻഡ് കേട്ടു. എന്തോ ഭാവമാണെന്ന് അറിയത്തില്ല. മനുഷ്യൻ എന്തിനാ ഈ ഭാവം എനിക്കറിയത്തില്ല. പിന്നെ എന്നിട്ടും ശൈത്യ പോയി ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് ഇത് ചെയ്തിട്ട് പോയിട്ട് ബസ്താനി ഉൾപ്പെടെയുള്ളവരെ. അതാണ് ഒരു നല്ല ഒരു ശൈത്യം തോന്നിയ ഒരു സ്വഭാവം എനിക്ക്. പിന്നെ മറ്റ് ദോശയുടെ പേരില് ദോശ വെള്ളം കൂടിപ്പോയി, ദോശ ക്വാണ്ടിറ്റി കുറഞ്ഞു, ഈ 2 വെച്ച വയറണച്ച് കൊടുക്കുന്നില്ല, കിച്ചൺ വെസൽ ടീമിന്റെ കംപ്ലൈന്റുകള്, ബാത്റൂം ക്ലീനിങ് ശരിയല്ല, പിന്നെ നെവിൻ ക്യാപ്റ്റൻസിയിലെ പരാജയമാണ്, പരാതികൾ കേൾക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള നിരവധി ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ട് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഉപദേശം, ഒരു വാണി എന്നൊക്കെ പറയാം. കാര്യം ലക്ഷ്മിയുടെ വായിൽ നിന്നും ഒരു തെറിയൊന്നും വരത്തില്ല. അവർ കുറച്ച് എഡ്യൂക്കേറ്റഡ് ഒക്കെ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. തെറി പറയുന്ന ആള് ഇന്നലെ പിടിച്ചു പോന്നത്. ഈ ആഴ്ച 3 പേരെയാണ് വിട്ടത്. രേണുസുതി സ്വന്തം ഇതുകൊണ്ട് പോയത്. രേണുസുതിയൊക്കെ ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടെ ശരിക്കും നിൽക്കേണ്ട വ്യക്തിയായിരുന്നു. പക്ഷെ കയ്യിലിരിപ്പ് കൊണ്ട് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ കാണിച്ച നിർബന്ധം കൊണ്ട്, ബുദ്ധിയില്ലായ്മ കൊണ്ട്, ബുദ്ധി പ്രവർത്തിച്ചിരുന്നെങ്കിൽ പോകത്തില്ലായിരുന്നു. കുട്ടികൾ അവിടെ സേഫ് അല്ലേ? ഇത് കണ്ട് കുട്ടികൾ അത്രയും എൻജോയ് ചെയ്ത് അമ്മ അങ്ങനെ ചെയ്യുന്നെന്ന് പറയുമ്പോൾ ആ ഒരു രീതി സെൻസിൽ എടുക്കാതെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വളർത്തടിച്ചു പോട്ടെ. പിന്നെ അപ്പാനി ശരത്തും പോകേണ്ടത് തന്നെയാണ്. ഈ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ, അപ്പാനി ശരത്ത് ഈ ശൈത്യൊക്കെ 2 ആഴ്ച, രേണുസുതി പിന്നെ മുംബൈ ഒക്കെ പോകേണ്ടതാണ്. ഇത് പിന്നെ ബിൻസിയൊക്കെ പോകുന്നതിന് മുമ്പേ ശൈത്യ പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചതുമാണ്. പക്ഷെ ശൈത്യ വിട്ടില്ല. എന്തോ വോട്ടിങ്ങിന്റെ ഒക്കെ ഒരു നിലവാരം നോക്കിയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ വന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നെവിൻ ഇടയ്ക്ക് നോക്കിയപ്പോ ഏട്ടരുന്ന് കഴിക്കുന്നു. എന്താ കഴിക്കുന്നു ചോദിച്ചപ്പോ കേസരി. അവൻ ഈ തീറ്റയുടെ കാര്യമുള്ളൂ, എപ്പോഴും തീറ്റയാണ്. അവിടെ കുറച്ച് അധികം ഇരുന്ന കേസരി ഉണ്ടെന്ന് എടുത്ത് കഴിച്ചത്. പോട്ടെ, അത് നല്ല കാര്യം. അവൻ ഒരു ഹ്യൂമറാണ് സത്യം പറഞ്ഞത്. പിന്നെ എല്ലാരും നെവിനെതിരാണ്. ക്യാപ്റ്റൻസിന്റെ പരാജയം എന്നുള്ളതാണ് നെവിനെതിരെയുള്ള കാര്യമാണ് പറയുന്നത്. വൈൽഡ് കാർഡിന് ഒപ്പം നിൽക്കുന്നു എന്നാണ് അക്ബറും ഒക്കെ പറഞ്ഞത്. അക്ബർ, പിന്നി എല്ലാവരും വൈൽഡ് കാർഡിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ലാലേട്ടനൊന്നും വലിയ മുഖവലിക്കെടുത്ത കേസ് കിട്ടുമൊന്നുമല്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞ പരാതിപ്പെട്ടി വെച്ചിരുന്നു. പരാതിപ്പെട്ടിയിൽ ഏറ്റവും കൂടുതൽ പരാതി തന്നെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ മസ്താനിയുടെ പേര് ആരോ പറഞ്ഞു. 2-3 പേര് ചേർന്നാന്ന് തോന്നുന്നു പറഞ്ഞത്. ഉടനെ നെവിൻ എടുത്തിട്ട് പറയാം അക്ബറിന്. അക്ബർ പോര് അവിടെ രൂക്ഷമാണെന്നുള്ള തെളിവാണ്. പക്ഷെ എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ലാലേട്ടനും അറിയാം മസ്താനിയാ പ്രശ്നമെന്നുള്ളത്. ഇന്നലെ ലാലേട്ടൻ മാണി കൊടുത്താണ് മസ്താനി ഇന്ന് പൊക്കുവന്നു. എന്തായാലും ശരി, പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയുന്നത്. അതുപോലെ റന ഫാത്തിമയുടെ ഒരു വൾഗാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, ഫാമിലി കാര്യങ്ങൾ പറയുക, പാത്രം കഴുകാതിരിക്കുന്ന ഇഷ്യൂസ്, പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. റന ബോയ് ഫ്രണ്ടിന്റെ ഇഷ്യൂസ്, അറബിക് കല്യാണം എന്നും പറഞ്ഞു, പിന്നെ എന്തൊക്കെയോ അങ്ങനെ കുറെ അവരുടെ സ്റ്റൈൽ അനുസരിച്ചുള്ള കുറെ ഭാഷകളൊക്കെ പറഞ്ഞെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ലാലേട്ടൻ പിടിച്ച് 2 ആഴ്ചത്തെ ഡയറക്റ്റ് എവിക്ഷൻ കൊടുത്തു. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ജയിൽ ശിക്ഷയായിരുന്നു അവർക്ക് വേണ്ടത്. ജയിലിലേക്ക് എന്തുകൊണ്ട് ലാലേട്ടൻ വിട്ടില്ല? ഇതൊരു എവിക്ഷൻ ഒരു ഇതാണ്. ഇപ്പോൾ ഡയറക്റ്റ് എവിക്ഷൻ ഉണ്ടെങ്കിൽ 2 ആഴ്ച അവരൊക്കെ സേഫായിട്ട് അവിടെ, അത് കഴിയുമ്പം എവിക്ഷൻ വന്നാൽ പോകത്തൊന്നുമില്ല. എവിക്ഷൻ അല്ല ഇതിപ്പോ കൊടുക്കേണ്ടത്, ജയിലിലൊരു ശിക്ഷയായിരുന്നു കൊടുക്കേണ്ടത്. പക്ഷെ അത് കൊടുക്കാതെ എന്തുകൊണ്ട് ബിഗ് ബോസ് ലാലേട്ടനും ഇത് കൊടുത്തു, അതിലെ ഞാൻ തൃപ്തനല്ല. കാര്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ശിക്ഷ അവരുടെ നാക്കിന്റെ അതൊക്കെ കുറയണമെങ്കിൽ ജയിലിൽ കിടക്കുന്നതായിരുന്നു നല്ലത്.
പിന്നെ അടുത്ത ഈ വന്നിട്ടുള്ള എവിക്ഷൻ 2 ആഴ്ചത്തെ എവിക്ഷൻ കൊടുത്തു. പിന്നെ നോമിനേഷൻ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ എവിക്ഷന്റെ ഒരു ന്യൂ സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. ഒരു 5 പേരുടെ ഒരു പടം ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഓരോരുത്തരെ കൊണ്ട് എടുപ്പിക്കുക. ആദ്യം എടുത്തത് സൈഫാണ് ഈ പടത്തിൽ കാണുന്നവര്. റന ഫാത്തിമ സേഫായി, ആദില സേഫായി, അക്ബർ സേഫായി, ഷാനവാസ് സേഫായി. പിന്നെ ഉള്ളത് ശൈത്യ, പിന്നെ അനുമോള്, ആര്യൻ, ജിസേല്. ആര്യനെയും ജിസേലിനെയും കൺഫെഷൻ റൂമിലേക്ക്, എനിക്കത് മനസ്സിലാവുന്നില്ല എന്തിനാ കൺഫെഷൻ റൂമിലേക്കൊക്കെ വിളിപ്പിച്ച് എന്തോ ഇവർ തമ്മിലൊക്കെ ഉള്ള ഇഷ്യൂസ് കൊണ്ട് പറഞ്ഞു തീർക്കണമെന്നോ ഒക്കെ പറഞ്ഞിട്ട് എന്തോ എനിക്കതൊന്നും മനസ്സിലാവില്ല. അത് കഴിഞ്ഞപ്പം പിന്നെ അനുമോളും ശൈത്യം കൂടെ വന്നു. അപ്പൊ ശൈത്യയുടെ അവിടെ വെച്ചുള്ള ഒരു പറച്ചില് ശരിക്കും മനസ്സിൽ തട്ടി. കാര്യം എനിക്ക് ഒരാളെ ഒരു സ്നേഹിച്ചു കഴിഞ്ഞാൽ അത്രയും ഞാൻ ഇതായിട്ട് കണ്ടു, നിന്നെ അങ്ങനെ കണ്ടത്. സത്യം അതൊരു ആത്മാർത്ഥമായ പറച്ചിലാണ്. ഇതെല്ലാം ഒരു തന്ത്രമാണ് അനുമോടെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ആഴ്ചത്തിൽ എവിക്ഷൻ പരിപാടി എന്ന് പറഞ്ഞ ഒരു പുതിയ സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. അതായത് 5 പേരുടെ ഫോട്ടോസ് ഒരു റൗണ്ട് ഇതിലിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഓരോരുത്തരെ കൊണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ പടത്തിലുള്ളവരെല്ലാം സേഫാണ്. ആദ്യം വന്ന റെന സേഫായി, ആദില സേഫായി, അക്ബർ സേഫായി, ഷാനവാസ് സേഫായി. പിന്നെ ഉള്ളത് ശൈത്യ, അനു, അക്ബർ, ജിസേൽ. അക്ബറിനൊക്കെ പിന്നെ ആര്യൻ, ജിസേൽ. ഈ ആര്യനൊക്കെ വോട്ടിങ് വളരെ താന്ന് നിൽക്കുന്ന ഒരു ഇതാണ് ആര്യന്. അതൊരു അപ്പാനി ശരത്തൊക്കെ ആയിരുന്നു, അത് അപ്പാനി പോലും. ഇനിയും പേടിക്കേണ്ട ആളെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ എന്തൊക്കെയോ ബിഗ് ബോസ് ആരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നിർത്തുന്നു. അല്ലെങ്കിൽ ആര്യൻ അടുത്ത ആഴ്ചയൊക്കെ പോകാൻ സാധ്യതയുള്ള ആര്യനൊക്കെയാണ് വോട്ടിങ്ങില്. അത് മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊന്നും അൺപ്രഡിക്റ്റബിൾ ആണ് ഈ ബിഗ് ബോസിനകത്തിലെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. എന്തായാലും ശരി, ഇവര് ഈ 5 പേര് സേഫായി. 2 പേരെ വെച്ച് കൺവെൻഷൻ റൂമിലേക്ക്, എന്തിനാ കൺവെൻഷൻ റൂമിൽ കൊണ്ടുപോയി എനിക്കൊരു പിടിയില്ല. കുശി അവിടെ പോയത് കുശിത്തു, നീ നിന്ന കളിക്കണം, അങ്ങനെ ഇങ്ങനെ പരസ്പരം ആര്യനും ജിസയിലും ഒക്കെ പറയുന്നു. അവര് വരുന്നു. പക്ഷെ ശൈത്യം അനുമോളും കൂടെ കയറുമ്പോൾ സമയത്ത് അവിടെ ഭയങ്കര ഒരു വികാര നിർഭരമായ രംഗം സാക്ഷ്യം വഹിച്ചു. ശൈത്യയുടെ ആ ഒരു പറച്ചിൽ കേട്ടപ്പോൾ സത്യം പറഞ്ഞ മനസ്സിലൊരു വിഷമം തോന്നി. ഞാൻ നിന്നെ അത്ര വിശ്വസിച്ചിരുന്നു, നീ എന്നെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി, പിന്നെ മനസ്സിൽ നിന്ന് പോയത്. എനിക്ക് സത്യം പറഞ്ഞ ആ കുട്ടിയോട് ഭയങ്കര ഒരു ഇത് തോന്നി. ശരി, ഒരു അനുകമ്പ തോന്നി. കാര്യം വെച്ചാൽ അത്രയും ഒരു മനസ്സിന്റെ ഒരു നല്ലൊരു മനസ്സ് ആ കുട്ടിക്കുണ്ട്. അഡ്വക്കേറ്റൊക്കെയാണ്, പക്ഷെ എന്നാലും മനുഷ്യരല്ലേ, മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ശരി, അവരും കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് അനുമോള് സമ്മതിച്ചു, ഞാൻ നിന്നിൽ നിന്ന് ഒരു കാര്യം പഠിച്ചു, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കത്തില്ല എന്ന കാര്യം പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെ തിരിച്ചിറങ്ങുന്നു. ലാലേട്ടൻ ആ കാർഡ് കാണിക്കുകയാണ്, ശൈത്യ എവിക്ടർ. അവിടെ പ്രതീക്ഷിച്ചത് പോലെയാണ്. ശൈത്യ പ്രതീക്ഷിച്ച് 2 ആഴ്ചയോട് പ്രതീക്ഷിച്ചിരുന്ന കാര്യം തന്നെ സംഭവിച്ചിട്ടുള്ളൂ. എന്നാലും എവിക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറച്ചു പേർക്ക് സന്തോഷവും കുറച്ചു പേർക്ക് ദുഃഖവും കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. എന്തായാലും ശൈത്യയെ ലാലേട്ടൻ വിളിച്ച് നല്ല രീതിയിലെല്ലാം പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ലാലേട്ടൻ പോകുമ്പോൾ വളരെ സന്തോഷമായിട്ട് പോയി, ആ കുട്ടി പോയി. പിന്നെ അടുത്ത ആഴ്ചത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ ഒരു വൻ ചലനം സൃഷ്ടിക്കാൻ പോവാന്നാ പറഞ്ഞേക്കുന്നത്. അതിന്റെ ഒരു ഫിക്ഷൻ, അതിന്റെ ഒരു ഭയങ്കര ഇതിലാണ്. ലാലേട്ടൻ പോലും ഒരു ത്രസിപ്പിക്കുന്ന ത്രില്ലാണെന്നൊക്കെയാ പറയുന്നത്. കാര്യം ഇതൊരു സർക്കസ് കൂടാരവും ഫാക്ടറിയും ആകാൻ പോകുമെന്ന് പറഞ്ഞു. ഇവർക്ക് എന്തൊക്കെയോ കടുത്ത പണികൾ കൊടുക്കുന്നുണ്ട്. ഇനിയും വരുന്ന ആഴ്ചകൾ ഓരോ ആഴ്ചയും വളരെ ടഫാകുമെന്നുള്ളതിന് ഒരു തെളിവാണ്. ഫാക്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ ഫാക്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, പ്രൊഡക്ഷനൊക്കെ അല്ലേ, ഇവരെ കൊണ്ടിനും വലിയ നമ്മളൊക്കെ പൊടിപ്പിക്കും. എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഫാക്ടറിയുടെ വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ. സർക്കസ് കൂടാരം എന്ന് പറയും. സർക്കസ് കൂടാരം എന്ന് പറയുമ്പോൾ ഇവരെല്ലാം ആനമയിലൊട്ടൊക്കെ ആകുമോ എന്നുള്ളത് കണ്ടറിയണം. പിന്നെ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിലെ ഒറ്റ കാര്യമാണ് പറയുന്നത്, നല്ല ഭാഷ നമ്മൾ ഉപയോഗിക്കുക. അത് ഇത് കാണുന്ന പ്രേക്ഷകരായാലും ശരി, ബിഗ് ബോസ് അംഗങ്ങളായാലും ശരി, എല്ലാവരും നല്ല ഭാഷ ഉപയോഗിക്കുക, നല്ലൊരു സംസ്കാരത്തിന് ലൂടെ വളരുക. അല്ലെങ്കിൽ പണി കിട്ടും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.